ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ 4 ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് അതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ശർക്കരൻ്റെ ചൂടൊക്കെ അറിയതിനു ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട കെട്ടാതെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കൂടെ ലൈക്കും ചെയ്യണേ, പിന്നെ ഹൈപ്പും ചെയ്യണേ. അപ്പോൾ ഇതാ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതിതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം കട്ടൊന്നും കെട്ടാതെ മിക്സ് ആക്കി എടുക്കുക. ഇനി ഞാനിതാ ഇതിലേക്ക് ഒരു 4 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതാ ഇതിലേക്ക് ഒരു ഗ്ലാസ് മുഴുവനായിട്ട് തന്നെ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ തേങ്ങ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇത് നമ്മൾ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഇതാ നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുള്ള ഈ ബാറ്ററിലെ അത് അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പം ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്സ് ആണ് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ലൈക്കും ചെയ്യാൻ മറക്കരുത്.